ആ അജ്ഞാതൻ ഇറാനിലൊന്നുമല്ല. കേട്ടോ, ഇറാനിലൊന്നുമല്ല. ലൈറ്റ് ഇടാം അങ്ങനെ. ഓക്കെ, വെളിച്ചം. ഓക്കെ, അപ്പോൾ ഇറാനിലൊന്നുമല്ല ഞാൻ. ഇവിടെ കൊല്ലത്ത്, കേരളത്തിൽ തന്നെ. സംഭവം ഇതാണ്, ന്യൂസ് ഇതാണ്. ഇറാനിലെ ഖൊമേനി അയാളും കുടുംബവും നാട് വിട്ടോടിയെന്നാണ് സ്ഥിരീകരിക്കപ്പെടാത്ത ന്യൂസ് വന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ രാജ്യത്തും ഭരണാധികാരികൾ നാട് വിടുകയാണ്. ഇതിൽ ഈ ഭരണകർത്താക്കൾ ഒളിച്ചോടിപ്പോകുന്നത് ഇതാദ്യമൊന്നുമല്ല. ചരിത്രത്തിൽ നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് ഹിറ്റ്ലറിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്കറിയാം, അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്ത അവസാനം ഒരു ചോദ്യമുണ്ട്, അത് പ്രതീക്ഷിക്കുക നിങ്ങൾ. അതായത് നമ്മുടെ ഹിറ്റ്ലർ വളരെയധികം ജനപിന്തുണയോടുകൂടി അധികാരത്തിലേറിയ ഒരാളാണ് ഹിറ്റ്ലർ. വിശ്വസിക്കത്തില്ല. ടൈം മാഗസീൻ്റെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ ഏറ്റവും നല്ല ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിശേഷണങ്ങളുമായിട്ട് ടൈം മാഗസിൻ്റെ എന്തോ വലിയ ഇതൊക്കെ കിട്ടിയ ആളാണ് ഈ ഹിറ്റ്ലർ. അവസാനം അദ്ദേഹത്തിനെതിരെ ജനം സംഘടിച്ചു. ഒന്നും രണ്ടും പേരല്ല, ലക്ഷക്കണക്കിന് അല്ല, കോടിക്കണക്കിന് ആൾക്കാർ സംഘടിച്ചു. അങ്ങനെ അയാളുടെ കൊട്ടാരം വളർന്നു. അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ മുസോളിനി എന്നും പറഞ്ഞ് വേറൊരാളുണ്ടായിരുന്നു. അയാളെയും ജനക്കൂട്ടം തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി. ഓക്കെ, അതുപോലെ തന്നെ നിരവധി രാജ്യം, നമ്മുടെ സോവിയറ്റ് യൂണിയൻ, അവിടെ ലെനിൻ്റെ നേതൃത്വത്തിൽ സാർ ഭരണം അട്ടിമറിച്ച് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യത്തും ഭരണമാറ്റം ഉണ്ടായി. അതേ സോവിയറ്റ് യൂണിയനിൽ തന്നെ ഗോർബച്ചേവിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവസാനം ഗോർബച്ചേവിൻ്റെ കൊട്ടാരത്തിന് ചുറ്റും കോടികൾ വരുന്ന ജനക്കൂട്ടം, അതായത് ലക്ഷങ്ങളൊന്നുമല്ല, കോടികൾ. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഈ രാജ്യങ്ങളിലൊക്കെ പട്ടാളം അവിടെ തോക്കുമായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ ഉള്ളത് 1-2 ലക്ഷം പട്ടാളക്കാരാണ്. ആ പട്ടാളക്കാരുടെ കയ്യിൽ എല്ലാം കൂടെ ചേർന്ന് 2-3 ലക്ഷം ഉണ്ടകളേ ഉള്ളൂ. അത് വെച്ച് കോടിക്കണക്കിന് വരുന്ന ജനക്കൂട്ടം തടിച്ചു കൂടിയാൽ ഒന്നും ചെയ്യാൻ ഒക്കില്ല. ഇത് ചരിത്രമാണ്. അതായത് നമ്മൾ ഈ മൊബൈലിലൊക്കെ കാണാറുണ്ട്, യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, ആന മതപ്പാട് വന്നിട്ട് ആൾക്കാരെയൊക്കെ ചവിട്ടി കൂട്ടുന്നത്. ഏതാണ്ട് അതുപോലാണ് സമൂഹത്തിന് മതം പൊട്ടി ഈ ഭരണാധികാരികളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ വന്ന് നിൽക്കുകയാണ് നമ്മൾ. അവിടെ ഗോർബച്ചേവിൻ്റെ കൊട്ടാരത്തിന് ചുറ്റും ജനക്കൂട്ടം, കോടിക്കണക്കിന് ജനക്കൂട്ടം തടിച്ചുകൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെട്ടു, സമ്പൂർണ്ണമായും പരാജയപ്പെട്ടു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല.
അതിനാൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടു. ഓക്കെ, ചരിത്രമാണ്. ഇത് കഴിഞ്ഞ് ഇങ്ങ് വന്ന് ശ്രീലങ്കയിലോട്ട് കടക്കാം. നമുക്ക് ശ്രീലങ്കയിൽ നല്ല രീതിയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ശ്രീലങ്കൻ പ്രസിഡൻറ്റ് രാജപക്ഷയും കുടുംബവും ഒളിച്ചോടി. അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തെ തോക്കുമായിട്ടൊക്കെ നേരിടാൻ തുടങ്ങിയ മന്ത്രിമാരെയും എം പിമാരെയൊക്കെ ജനം തല്ലിക്കൊന്നു. ഓക്കെ, അത് കഴിഞ്ഞ് മലയാളികൾക്കറിയാവുന്ന സംഭവം നേപ്പാളിലാണ്. നേപ്പാളിലും മന്ത്രിമാരെ നിരത്തിലിട്ട് റോഡിലിട്ട് തല്ലിക്കൊല്ലുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത് ഏതാണ്ട് അതുപോലത്തെ ഒരു സംഭവമാണ്. അവിടുത്തെ ഖൊമൈനിയും കുടുംബവും നാട് വിട്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിനിടയിൽ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തും ഇത് സംഭവിച്ചിരുന്നു. ഇതൊന്നും മലയാളികൾ അറിഞ്ഞിട്ടില്ല, കാരണം മലയാളത്തിലെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ജോർജിയ, അവിടെയും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നു. നമ്മൾ മലയാളികൾ അറിയുന്നില്ല. ഓക്കെ, ബംഗ്ലാദേശിൽ അവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വെനിസ്വേലയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ വെടിയുണ്ടയുടെ മുമ്പിൽ ജനം വിജയിച്ചില്ല. അതുപോലെ നിരവധി രാജ്യങ്ങളുണ്ട്. ചൈന ഉൾപ്പെടെ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ലോകത്ത് നടന്നിട്ടുള്ളത്? അതായത് ശരിക്കും ഈ പട്ടാളവും പോലീസും ഒക്കെ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന അവസരങ്ങളുണ്ടാവും ചരിത്രത്തിൽ. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളുടെ പേരുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. വെനിസ്വേലയും ഗ്രീൻലൻഡും ഇറാനും പോലുമല്ല, മറിച്ച് റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ ഡൊണാൾഡ് ട്രംപ് ആക്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മുടെ പിണറായി വിജയൻ സഖാവ് കൃത്യമായിട്ട് കടമെടുത്ത് ശമ്പളം തരും. നമുക്കിവിടെ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ആലോചിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ മാറും. അജ്ഞാതരെക്കാട്ടിലും മുമ്പിൽ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ അജ്ഞാതത നിൽക്കുമ്പോൾ ഈ അമേരിക്കയെക്കുറിച്ച് പറയുന്നതൊക്കെ ഞങ്ങൾക്ക് കേൾക്കണ്ടെന്നും പറഞ്ഞ് ചെവി പൊത്തിക്കൊണ്ട് ഓടുന്ന ആൾക്കാർ അജ്ഞാതനേക്കാൾ മുമ്പിലുണ്ടാവും ഇനി വരുന്ന നാളുകളിൽ. ആ തരത്തിലുള്ള നാളുകളാണ് വരാൻ പോകുന്നത്. ഇതിപ്പോൾ തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു, പക്ഷേ വീണ്ടും വരും. ബോറടിക്കുന്ന നിങ്ങളൊക്കെ ചെവിയും പൊത്തിക്കൊണ്ട് ഓടുന്ന തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരും. ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു മണിനാദമാണ് കേൾക്കുന്നത്. ഓക്കെ, അത് എന്ത് നിമിത്തമാണെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കും. ഓക്കെ, തൽക്കാലം വിട വാങ്ങുന്നു. നമസ്കാരം.